അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ബത്തക്ക പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ബത്തക്കൻ്റെ സീസണാണ്, അതുകൊണ്ട് തന്നെ വളരെ വിലക്കുറവാണ്, എല്ലാവർക്കും ഉണ്ടാക്കാനും പറ്റും. ഞാനിവിടെ ഇത് 2.5 കിലോൻ്റെ ഒരു ബത്തക്കയാണ്. ഞാൻ ഇന്ന് 2 വിധം പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബത്തക്കൻ്റെ കുരു വളരെ എളുപ്പത്തിൽ നീക്കുന്ന ടിപ്സ് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. ബത്തക്ക തോല് കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 500 ഗ്രാം ബത്തക്കയാണുള്ളത്. 1/4 കപ്പ് കോൺഫ്ലവർ പൊടി, 1/2 കപ്പ് പഞ്ചസാര, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, അത് ഇഷ്ടം പോലെ എടുത്താൽ മതി. ഗീ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ബത്തക്ക ജ്യൂസാക്കി എടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇത് ജ്യൂസാക്കി എടുക്കേണ്ടത്. തീരെ വെള്ളം ഒഴിക്കരുത്. ബത്തക്ക അടിച്ചെടുത്തിട്ടുണ്ട്. തീരെ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് അടിച്ചെടുത്തത്. ഇനി നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. അടുപ്പണാക്കി ജ്യൂസ് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എടുത്തു വെച്ച കോൺഫ്ലവർ പൊടിയിൽ ബത്തക്കൻ്റെ ജ്യൂസ് കുറക്കി വെച്ച് വെക്കാം. ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കണം. ഇത് കലക്കി എടുത്തിട്ടുണ്ട്. കട്ടകളില്ലാതെ കലക്കിയിട്ട് ഒരു സ്ഥലം മാറ്റി വെക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ച പഞ്ചസാര ചേർക്കാം. കുറച്ചായിട്ട് കോൺസ്റ്റാർച്ച് ഒഴിച്ചു കൊടുക്കാം. കോൺസ്റ്റാർച്ച് ഒഴിച്ചതിന് ശേഷം അടുപ്പൊന്ന് സ്ലോ ചെയ്യണം. ലോ ഫ്ലെയിമിലായിരിക്കണം പിന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരു പണിയുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റും തന്നെയാണ്. ചെറിയ തീയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. കുറച്ചായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു കട്ടിയിലാകുമ്പോഴേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം മുറിച്ചിട്ടോ അല്ലെങ്കിൽ ബദാം, പിന്നെ ചെറി ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഗീ ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ആദ്യം പകുതി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ് 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏകദേശം പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പുഡിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ മാറ്റാം. ഇപ്പോഴേക്ക് നമുക്ക് മറ്റേ രണ്ടാമത്തെ പുഡിംഗ് ഉണ്ടാക്കാം. ഇത് ബത്തക്കൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പ് ജ്യൂസാണെന്നുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ഇതിന് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 5 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ 10 ഗ്രാം ഉണ്ടാകുക. അതിൻ്റെ പകുതി എടുത്താൽ മതി. ഗാർണിഷിന് വേണ്ടിയിട്ട് മുന്തിരിങ്ങ, ഒരു പിഞ്ചുപ്പ്. പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ എടുത്തു വെച്ച പഞ്ചസാര വെച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഒരു പാത്രത്തിൽ ചൈന ഗ്രാസ് ഇട്ട് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഇത് ഞാൻ കുതിർത്തി വെക്കുന്നൊന്നുമില്ല, കുതിർത്തി വെക്കാതെ മെൽറ്റ് ചെയ്തെടുക്കുകയെന്ന്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബത്തക്കയും ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന രണ്ടും ഒന്നിച്ചിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ചൈന ഗ്രാസ് ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചാൽ അത് കട്ടിയായിപ്പോവും. ഇത് അധികം ചൂടാവണ്ട, ചെറിയ തീയിൽ വെച്ചിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. 2 ഒരേ ടൈമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. പഞ്ചസാര ഞാനിതിൽ 5 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ബത്തക്ക നല്ല മധുരം ഉണ്ടാവും. ആ ബത്തക്കൻ്റെ മധുരമെല്ലാം അനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം.
ചൈന ഗ്രാസ് മെൽട്ടായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ബത്തക്കൻ്റെ ജ്യൂസ് കൂടുതൽ പതക്കൊന്നും വേണ്ട. അതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് പുഡിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. പുഡിംഗ് പാത്രത്തിലേക്ക് മുന്തിരി വെച്ച് കൊടുക്കാം. ഇതൊരു സ്റ്റൈലിന് വേണ്ടിയാണ്, ഒരു രസത്തിന് മാത്രം വെക്കുന്നതാണ്. ഇതായിക്കതിന് ശേഷം ഒരു ഗ്ലാസ് പോലെ ഉണ്ടാകും. ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി വെറും 5 മിനിറ്റ് മതി. 2 വിധം പുഡിങ്ങും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി എടുത്തിട്ടുണ്ട്. 2 പുഡിങ്ങും വ്യത്യസ്ത ടേസ്റ്റാണ്. ചൈന ഗ്രാസ് ഇഷ്ടമില്ലാതാക്ക് കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടാക്കുക. ഏതാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞ ബത്തക്കൻ്റെ കുരു എങ്ങനെയാണെന്ന് വളരെ എളുപ്പത്തിൽ കളയാമെന്ന് പറഞ്ഞ ടിപ്സ് ഞാൻ കാണിച്ചു തരാം. ബത്തക്ക ഇതുപോലെ മുറിച്ച് ഈ ഭാഗത്തുനിന്ന് അടിഭാഗത്തുനിന്ന് തൊലിഞ്ഞ് ആദ്യം എടുത്ത് കളയാം. അതിനുശേഷം അതേ ഭാഗത്ത് തന്നെ ആദ്യം ഒന്നും കൂടി കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇതേണ്ട നടുക്കേ ഭാഗത്ത് കുരുവുള്ള ഭാഗം കിട്ടി. വലിയ ബത്തക്കയാണെങ്കിൽ ഇനി മേലോട്ടും കുറച്ചുണ്ടാവും. അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു കത്തിൻ്റെ മോനെ എടുത്തിട്ട് കുരു പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റും. അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുവോടെ ആകുമ്പോൾ എന്ത് അരിച്ചാലും അതിലൊരു കറുപ്പ് കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നല്ല ഫ്രഷ് നല്ല ജ്യൂസായിട്ട് വരും. ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാം. ഇതാ ഒന്നും കൂടി ഈ ഭാഗത്ത് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഈ കുരുള്ള ഭാഗം മാത്രം ഇങ്ങനെ എടുക്കുക. ഇരുന്ന് അത്ര ഇതാ പെട്ടെന്ന് കുരുവൊക്കെ എടുത്ത് കളഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.